വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 22 വരെ. യേശു വീണ്ടും കടൽ തീരത്തേക്ക് പോയി ജനക്കൂട്ടം അവൻ്റെ അടുക്കൽ ചെല്ലുകയും അവനവരെ പഠിപ്പിക്കുകയും ചെയ്തു. പിന്നെ അവൻ കടന്നു പോകുമ്പോൾ ചുങ്കസ്ഥലത്ത് ഇരുന്ന അൽഫായുടെ പുത്രൻ ലേവിയെ കണ്ട് അവനോട്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അനന്തരം ലേവിയുടെ ഭവനത്തിൽ യേശു ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ യേശുവിനോട് ശിഷ്യന്മാരോട് ഒരുമിച്ച് അനേകം ചുങ്കക്കാരും പാപികളും പന്തിയിലിരുന്നു. അവൻ്റെ പിന്നാലെ വളരെ പേർ നിന്നിരുന്നു. അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഇരുന്ന് ഭക്ഷിക്കുന്നത് കണ്ടിട്ട് വേദപണ്ഡിതരും പരീശരും അവൻ്റെ ശിഷ്യന്മാരോട്, അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഇരുന്ന് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും എന്തെന്ന് ചോദിച്ചു. യേശു അത് കേട്ടിട്ട് അവരോട്, രോഗികൾക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ എല്ലാ പാപികളെയാണ് വിളിക്കുവാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. യോഹന്നാൻ്റെയും പരീശന്മാരുടെയും ശിഷ്യർ ഉപവസിച്ചിരുന്നു. ചിലർ വന്ന യേശുവിനോട്, യോഹന്നാൻ്റെയും പരീശന്മാരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തതെന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കുവാൻ കഴിയുമോ? ഇല്ല. എന്നാൽ മണവാളൻ അവരിൽ നിന്ന് പിരിയുന്ന കാലം വരും, അപ്പോൾ അവർ ഉപവസിക്കും. ആരും പഴയ വസ്ത്രത്തോടെ പുതിയ തുണി കഷ്ണം തയ്ച്ച് ചേർക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതുതായി ചേർത്തത് അതിൽ നിന്ന് വലിഞ്ഞ കീറൽ വലുതാകും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ ആ വീഞ്ഞ് തോൽക്കുടങ്ങൾ പിളർക്കുകയും തോൽക്കുടങ്ങളും വീഞ്ഞും നഷ്ടമാവുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കേണ്ടതെന്ന് അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. ഇരിക്കാം. വലിയ നോമ്പിലെ 3-ാം തിങ്കളാഴ്ച പ്രഭാതത്തിൽ വായിക്കേണ്ട വേദഭാഗങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു. ഈ തിരുവചനങ്ങളിലൂടെ നമ്മുടെ പിതാക്കന്മാർ കേട്ടതായ ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ തിരിച്ചറിഞ്ഞു. വിശുദ്ധിയിലേക്ക് അവരെ ആനയിച്ചതായ, അവർക്ക് വിശ്വാസവും പ്രത്യാശയും വർദ്ധിപ്പിച്ചതായ തിരുവചനങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു. ഇതിൽ കൂടെ ഇന്ന് നമ്മൾ ദൈവാത്മാവിനോട് എന്താണ് സംസാരിക്കുന്നത്? നമ്മുടെ 50 നോമ്പ് വീട് കഴിഞ്ഞാൽ പിന്നെ 50 ദിവസം കഴിയുമ്പോൾ വരാൻ പോകുന്ന പെന്തിക്കോസ്തിയെ ലാക്കാക്കിയാണ്. നമ്മുടെ എല്ലാ നോമ്പുകളും എല്ലാ പ്രാർത്ഥനയും എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ വലിയ നോമ്പിൻ്റെ 3-ാം തിങ്കളാഴ്ച പ്രഭാതത്തിൽ വിശുദ്ധ മർക്കോസിലൂടെ ദൈവാത്മാവ് സംസാരിച്ച കാര്യം നമ്മൾ ഓർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ വർഷത്തെ നോമ്പ് ആചരണം പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കുന്നതിനുള്ള ഒരു സംരംഭമാകട്ടെ. നമ്മുടെ ദേഹിയുടെ മണ്ഡലം പരിശുദ്ധാത്മാവിൻ്റെ പുതിയ വീഞ്ഞ് സംഭരിച്ചു വെക്കുന്ന പാത്രമാകാനാണ് ദൈവം ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നു. കഴിഞ്ഞ പെന്തിക്കോസ്തി പെരുന്നാൾ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ദേഹിയുടെ മണ്ഡലമാകുന്ന തോൽക്കുടങ്ങളിൽ പുതിയ വീഞ്ഞ് നിറയ്ക്കാൻ സാധിച്ചോ? പുതിയ വീഞ്ഞ് നിറച്ചതിന് ശേഷം അത് നിലനിൽക്കാതെ തുരുത്തിയെ പൊളിച്ചു കളഞ്ഞോ എന്നൊക്കെയും പരിശോധിക്കുവാൻ ഈ നോമ്പിൻ്റെ 3-ാം വാരം നമ്മൾ ഉപയോഗിക്കുകയാണ്. പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാൻ പാടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ പുതിയ തോൽക്കുടമായതിന് ശേഷം പെന്തിക്കോസ്തിയെ സംബന്ധിച്ചാലേ അത് നിറഞ്ഞ് കവിഞ്ഞ് അനേകരിലേക്ക് ഒഴുകുന്ന അനുഭവം വരികയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ശക്തിയും അനുഗ്രഹങ്ങളും നമുക്ക് പ്രയോജനപ്പെടാതെ അത് തുരുത്തിയെ പൊളിച്ച് നഷ്ടമാക്കി കളയുമെന്ന് പറയുന്നു. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പെന്തിക്കോസ്തി പെരുന്നാളും 50 നോയമ്പും എങ്ങനെ ഇരുന്നൊന്ന് പരിശോധിച്ചിട്ട് ഈ വർഷത്തേതെങ്കിലും പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടത്തിൽ തന്നെ പകർന്നു വയ്ക്കുന്ന അനുഭവമാകാൻ പിതാക്കന്മാർ ആഗ്രഹിക്കുന്നു. നമുക്ക് ആ ലാഭോടെ പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കേണ്ടത്. എങ്ങനെയാണ് നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തെ, നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ വീഞ്ഞ് സംഭരിക്കുന്ന പാത്രമാക്കുന്നത്? അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് പൗലൂസിൻ്റെ ലേഖനത്തിൽ കൂടെ പൗലൂസിൻ്റെ അനുഭവ സാക്ഷ്യം നമ്മൾ കേട്ടു.
1 തീമോഥെയോസ് 6 അധ്യായം നമ്മളൊന്ന് വായിച്ചു കേട്ടു. നമ്മളെ പഴയ തുരുത്തിയാക്കുന്ന നമ്മുടെ മനോഭാവങ്ങളും നമ്മുടെ ജീവിത രീതികളും എന്തായിരിക്കും? പുതിയ തുരുത്തിയാകണമെങ്കിൽ നമ്മൾ എന്തൊക്കെ വിട്ടോടി യേശുവിലെത്തണമെന്നുള്ള കാര്യം പറയുന്നു. 1 തീമോഥെയോസ് 6:1-12 വരെ നമ്മൾ കേൾക്കും. 1 തീമോഥെയോസ് 6 അധ്യായത്തിൽ 6 വാക്യം മുതൽ സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായമാണ്. നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ ഒന്നും യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ആഹാരവും വസ്ത്രവും ഉണ്ടെങ്കിൽ അവയാൽ നാം സംതൃപ്തരായിരിക്കണം. ധനികരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും ഗണിയിലും വീഴുകയും മനുഷ്യർ തകർച്ചയിലും നാശത്തിലും മുങ്ങിപ്പോകുവാൻ ഇടവരുത്തുന്ന ബുദ്ധിഹീനവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. എന്തെന്നാൽ സകലവിധ തിന്മകളുടെയും കാരണം ദൈവ്യാഗ്രഹമാകുന്നു. ചിലർ ഇത് മോഹിച്ചിട്ട് വിശ്വാസത്തിൽ തെറ്റിപ്പോവുകയും വളരെ ദുരിതങ്ങൾക്ക് അധീനരാകുകയും ചെയ്തിരിക്കുന്നു. നീയോ എന്ന് പറഞ്ഞ് തീമോഥെയോസിന് കൊടുക്കുന്ന നിർദ്ദേശമാണ്. അത് നമുക്കും ദൈവം തരികയാണ്. ദൈവത്തിൻ്റെ മനുഷ്യ, നമ്മൾ ദൈവത്തിൻ്റെ മനുഷ്യരായി തീർന്ന് പുതിയ തുരുത്തിയായി, പുതിയ വീഞ്ഞ് പറന്നു വെക്കുന്ന പാത്രമായി, അത് 1000 തലമുറയ്ക്ക് വരെ ഒഴുക്കി കൊടുക്കുന്ന ഭണ്ഡാരമായി നമ്മളെ മാറ്റാൻ എന്ത് ചെയ്യണം? ഇവയിൽ നിന്നെല്ലാം ഓടി അകലുക എന്ന് പറയുന്നു. അപ്പോൾ ഏതെല്ലാം കാര്യങ്ങളിൽ നിന്ന് ഓടി അകലണം, എവിടേക്ക് ഓടണം, എന്ത് ആർജിക്കണം? നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവ പിന്തുടരുക. നോമ്പിൻ്റെ 3-ാം വാരത്തിൽ തിങ്കളാഴ്ച പിതാക്കന്മാർ ഈ വേദഭാവം വായിച്ചിട്ട് സകല ദിവ്യാഗ്രഹങ്ങളോട് യാത്ര പറഞ്ഞ്, ദൈവം വിലക്കിയ എല്ലാ കാര്യങ്ങളോട് യാത്ര പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ മനുഷ്യരാകുവാൻ അവർ ബന്ധപ്പെട്ടു. അവയിൽ നിന്നെല്ലാം ഓടി അകന്നു. നീതിയും ഭക്തിയും വിശ്വാസവും സ്നേഹവും ക്ഷമയും സൗമ്യതയും അവർ പിന്തുടർന്നിട്ട് അവർ എവിടെയാണ് എത്തിച്ചേർന്നത്? ഓടി 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 എത്തിയത് എവിടെയാണ്? വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക, നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെടുകയും അനേക സാക്ഷികളുടെ മുമ്പിൽ അത് ഏറ്റുപറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ അപ്പോസ്തലനായ പൗലോസും തീമോഥെയോസും ഇത് വായിച്ച കഴിഞ്ഞ 20 നൂറ്റാണ്ട് കാലത്തെ സഭയുടെ വളർച്ചയ്ക്കിടയിൽ വിശുദ്ധരായിത്തീർന്നവരൊക്കെയും ഈ വചനം ധ്യാനിക്കുകയും അതനുസരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ നിലവാരം ഇത് വെച്ച് അളക്കുമ്പോൾ നമ്മുടെ നിലവാരം എന്താണ്? വിട്ടോടേണ്ടത് വല്ലതും നമ്മുടെ കൂടെയുണ്ടോ? വിട്ടോടേണ്ട കാര്യങ്ങൾ ഏതെങ്കിലും നമ്മുടെ കൂടെ ഓടുന്നുണ്ടോ? നമ്മൾ അതുകൊണ്ടാണോ ഓടുന്നത്? ഇതൊക്കെയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നാലാം വാക്യത്തിൽ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും രോഗം ബാധിച്ച് അഹങ്കരിക്കുന്നവരെ കുറിച്ച് പറയുന്നു. അവയാൽ അസൂയ, കലഹം, ദൂഷണം, ദുസ്സംശയം, ദുർബുദ്ധികളും സത്യത്തെ ത്യജിക്കുന്നവരുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഭക്തിയെയും സ്വഭാവ ജീവിതത്തെയും സുവിശേഷവേലയെയും പണസമ്പാദനത്തിനുള്ള മുഖാന്തരമാക്കി ദ്രവ്യാഗ്രഹത്തിൽ അധപ്പതിച്ചു പോയവരെ ഈ മണ്ഡലത്തിലുണ്ടെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. നമുക്കും ആ പരീക്ഷ വരുമോ? എന്നാൽ സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായമാണ്. പഴയ വേദപുസ്തകത്തിൽ അലംഭാവത്തോടുകൂടിയ ഭക്തി എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് പുതിയ പരിഭാഷ സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വലിയ ആദായമാണെന്നാണ് പറയും. എന്ന് പറഞ്ഞാൽ ഉണ്ണാനും കൊടുക്കാനുണ്ടെങ്കിൽ മതിയെന്ന് വിചാരിച്ച പിന്നെ ആ അത്യാഗ്രഹമെല്ലാം പോകും. ഉണ്ണാനും കൊണ്ട് കൊടുക്കാനുമുണ്ട്, അത് മതി. കർത്താവാണ് എൻ്റെ സമ്പത്ത്, കർത്താവാണ് എൻ്റെ
ലാഭ നിധി. ഇന്നത്തെ വേല ചെയ്യണം, ഇന്നത്തെ പ്രാണനെ കർത്താവിൽ എത്തിക്കണം, ഇന്നത്തെ പ്രാണൻ കർത്താവിൽ വിശ്രമിക്കണം, കർത്താവിന് കല്യാണത്തിന് പോകണം. ഇങ്ങനെയൊക്കെ മാത്രമുള്ള ആഗ്രഹമുള്ളവർക്ക് ദിവ്യാഗ്രഹം വരികയില്ല. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന ഭാഗ്യം ആസ്വദിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾക്കുള്ളത് പങ്കിട്ടുകൊണ്ട് അങ്ങനെ ദൈവഭക്തിയിൽ വളർന്ന് ഉള്ളതിൽ തൃപ്തിപ്പെടുവാനും സംതൃപ്തിയോടുകൂടി ദൈവഭക്തി ആ ആദായം നമ്മൾ നേടുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പരീക്ഷകളോടും പോരാടി ജയിക്കുവാൻ നോമ്പിൻ്റെ 3-ാം വാരത്തിലെ ഈ ദിവസം ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവവേല നടക്കുന്നിടത്ത് ഉണ്ടാകുന്ന ചില അപകടങ്ങളെക്കുറിച്ച് ഇന്നലത്തെ വേദഭാഗത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ 3-ാം ഞായറാഴ്ച വായിക്കേണ്ട വേദഭാഗത്തിലെ ചില കാര്യങ്ങളിലൂടെ ഇന്ന് ശേഷിച്ച കഷ്ണങ്ങളായി പെറുക്കി നമ്മളെടുക്കുകയാണ്. ഇന്ന് നമ്മൾ കേട്ടതായ വചനം അനുസരിക്കുന്നതിന് ഇന്നലെ കേട്ടതായ വചനവുമായി നമ്മളതിനെ ഇണചേർക്കേണ്ടിയിരിക്കുന്നു. 3-ാം ഞായറാഴ്ച അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളിൽ വായിക്കേണ്ടതായിരുന്നു. സുവിശേഷ വേല നടക്കുന്നിടത്ത് നടക്കുന്ന 2 തരം അനുഭവങ്ങളുണ്ട്. വചനം കേട്ട് ചിലർ രക്ഷിക്കപ്പെടുന്നു, ചിലർ സൗഖ്യം പ്രാപിക്കുന്നു, ചിലർ വിശ്വസിക്കുന്നു, ചിലർ അവിശ്വസിക്കുന്നു, ചിലർ കഠിന ഹൃദയരായി ദൈവമക്കൾക്കെതിരായി പ്രവർത്തിക്കുന്നു. യേശുവിൻ്റെ സുവിശേഷ വേലയുടെ സമയത്തും അപ്പോസ്തലന്മാരുടെ കാലത്തെല്ലാം ഈ അനുഭവം ആവർത്തിച്ച് ചിലർ കഠിനപ്പെടുന്നു, ചിലർ വിശ്വാസികളായി ശുദ്ധ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുന്നു. ഈ നോമ്പിൻ്റെ 3-ാം വാരത്തിൽ നമ്മൾക്ക് ഉണ്ടായ അനുഭവം ഏതാണ് എന്ന് പരിശോധിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 19-ന്റെ 8 മുതൽ 12 വരെയുള്ള ഭാഗത്ത് പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. 9-ാം വാക്യത്തിൽ ചിലർ കഠിനപ്പെട്ടു, അനുസരിക്കാതെ പുരുഷാരത്തിൻ്റെ മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവനവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ച് തുറന്നോസിൻ്റെ പാഠശാലയിലേക്ക് ദിനം പ്രതി സമ്മതിച്ചു പോകുന്നു. അപ്പോൾ തുറന്നോസിൻ്റെ പാഠശാലയിലേക്ക് പൗലോസ്ലീഹായുടെ സുവിശേഷ വേല രംഗം മാറ്റുന്നു, ചിലരെ ഒഴിവാക്കുന്നു. ഈ അനുഭവങ്ങൾ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സമ്മതിപ്പിച്ചുകൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. ചിലർ വിശ്വസിച്ചു, എന്നാൽ ചിലർ കഠിനപ്പെട്ടു എന്നാണ് പറയുന്നത്. ചിലർ അനുസരിച്ചു, ചിലർ അനുസരിക്കാതിരുന്നു. പുരുഷാരത്തിന് മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചു. അപ്പോൾ അവനവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു എന്നാണ് പറയുന്നത്. ഈ അനുഭവം എല്ലാ തലമുറയിലും, എല്ലാ സുവിശേഷ ഇടങ്ങളിലും, ധ്യാനമന്ദിരങ്ങളിലും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം ഇന്നും തുടരുകയാണ്. ഇത്രയും നാളത്തെ നമ്മളുടെ പള്ളിയിൽ പോക്കുകൊണ്ടും നോമ്പ് കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും ധ്യാനം കൊണ്ടും ധ്യാനത്തിന് പോക്കുകൊണ്ടും കഠിനപ്പെടുകയായിരുന്നോ അതോ അനുസരിച്ച് സൗഖ്യം പ്രാപിച്ച് പുതിയ തുരുത്തിയാകുകയായിരുന്നു? വചനം കേട്ട് ആത്മാവിൽ നിറഞ്ഞ കൊർന്നല്യോസിൻ്റെ കാര്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു. വചനം കേൾക്കുമ്പോൾ നമ്മൾ ആത്മാവിൽ നിറയുകയാണോ അതോ ഹൃദയം കഠിനപ്പെട്ട് ദുരാത്മാവ് നമ്മുടെ തുരുത്തിയെ പൊളിച്ചു കളയുകയാണോ ചെയ്യുന്നത്? ഇത് നമ്മൾ സൂക്ഷ്മതയോടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ചിലർ കഠിനപ്പെട്ട് എതിരായിട്ട് പ്രവർത്തിച്ചപ്പോൾ അവിടുന്ന് മാറിക്കൊടുക്കുന്നതായിട്ട് കാണുന്നു. ചിലർ കഠിനപ്പെട്ടു. ഇപ്പോൾ ചിലർ മാനസാന്തരപ്പെട്ടപ്പോൾ ചിലർ കഠിനപ്പെടുകയാണ്. മാനസാന്തരപ്പെടലിൽ നിന്ന് കുടിയിറക്കപ്പെടുന്ന പിശാച് ചിലരിലേക്ക് പ്രവേശിച്ച് അവർ കഠിനപ്പെടുന്നതായിട്ടും കാണുന്നു. ഇത് കർത്താവിൻ്റെ കാലത്തും ശിഷ്യന്മാരുടെ കാലത്തും ആവർത്തിച്ചാണെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ താമസിക്കുന്ന നമുക്കും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഹൃദയം കൊണ്ട് കാഠിന്യം ഉണ്ടാകുന്നവരാണ് ഈ
ക്രിസ്തീയ ജീവിത മാർഗത്തെ ദുഷിക്കുന്നത്, അവരെ വിമർശിക്കുകയും ദുഷിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മളവരെ വിട്ട് ഒഴിഞ്ഞു മാറി വേറെ എവിടെയെങ്കിലും മാറിപ്പോകണമെന്ന് അവിടെ പറഞ്ഞു. അങ്ങനെയാണ് തുറന്നോസിൻ്റെ പാഠശാല ഉണ്ടായത്. തുറന്നോസിൻ്റെ പാഠശാലയിൽ ദിനം പ്രതി സമ്പാദിച്ചു പോന്നു. അത് 2 സംവത്സരത്തോളം നടത്തിയാൽ ആസിയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിൻ്റെ വചനം കേൾപ്പാനിടയായി. ഇപ്പോൾ മൈലപ്ര ധ്യാന മന്ദിരത്തിൽ ആയിരക്കണക്കിന് പേര് വന്ന് മനസാന്തരപ്പെടുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തപ്പോൾ വേറൊരു കൂട്ടർ കഠിനപ്പെട്ട് അതിനെതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ഈ പൗലൂസിൻ്റെ അതേ മാതൃകയിലാണ് തുറന്നോസിൻ്റെ പാഠശാലയിലേക്ക് നമ്മൾ മാറിയത്. ഇപ്പോൾ ആ തുറന്നോസിൻ്റെ പാഠശാലയിൽ ഇപ്പം നിങ്ങൾ എഴുതിയത് ഈ സങ്കേത ഭവനം തുറന്നോസിൻ്റെ പാഠശാലയിൽ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ വന്നാൽ ഇവിടെയും ഇത് ആവർത്തിക്കുമെന്നുള്ളതാണ്. ഇവിടെയും കഠിനപ്പെടുന്നവരുണ്ടാവും, ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നവരുണ്ടാവും. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പിരിഞ്ഞു പോവുക, പുതുതായിട്ട് വരിക, ഹൃദയം തകർന്ന് പ്രാർത്ഥിച്ച് നുറങ്ങി രക്ഷപ്പെടുക, ഈ 2 സംവിധാനങ്ങൾ അന്നും ഈ കൃപായുഗത്തിൽ ഇങ്ങനെ തുടരുമ്പോൾ ദൈവമേ എന്നെ കൈവിടല്ലേ, ഹൃദയകാഠിന്യം എന്ന് പറയുന്ന അസുഖം എനിക്ക് വരല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. ദൈവം തമ്പുരാൻ തരുന്ന ഏറ്റവും വലിയ ശിക്ഷ വിശ്വസിക്കാത്തവർക്ക്, അനുസരിക്കാത്തവർക്ക് ഹൃദയകാഠിന്യം വരിക എന്നുള്ളതാണ്. ഹൃദയകാഠിന്യം വന്നാൽ എന്തും പറയാനും എന്തും ചെയ്യാനും ഒരു മടിയില്ലാതായിത്തീരും. പഴയ നിയമകാലത്ത് ഫറവോനെ ദൈവം ശിക്ഷിച്ചത് എങ്ങനെയാണ്? ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കി എന്ന് പറഞ്ഞാൽ ആ കഠിന ഹൃദയത്തോടെ ദൈവമക്കളെ ഉപദ്രവിക്കാൻ പുറകെ പിന്നെയും പോയി. പക്ഷേ അവസാനം ചെങ്കടലിൽ വെള്ളം കുടിച്ച് ചാകേണ്ടി വന്നു. അപ്പോൾ ഹൃദയകാഠിന്യത്തിൻ്റെ പുറകെ വലിയ ശിക്ഷകൾ വരാൻ സാധ്യതയുണ്ട്. അതിനുമുമ്പേ ഓടിക്കണം. കർത്താവേ, എൻ്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു, ജ്ഞാനത്തിന് പോയിട്ടും പ്രാർത്ഥിച്ചിട്ടും നോമ്പെടുത്തിട്ടും ഒരേലാഴ്ചവും പറഞ്ഞിട്ടും എൻ്റെ ഹൃദയത്തിനൊരു അനക്കവുമില്ല, അലിയുന്നില്ല, കഠിനമായിരിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കാമെങ്കിൽ എന്നെ കൈവിടല്ലേ. ഈ സുവിശേഷ വയലിൽ ഹൃദയം അലിയുന്നവരും ഹൃദയം തകരുന്നവരും ഹൃദയത്തെ ശുദ്ധീകരിച്ചതിനെ പുതിയ വൃത്തിയാക്കുന്നവരും അതിൽ ആത്മാവിൻ്റെ പുതിയ വീഞ്ഞ് നിറച്ച് അത് അനേകർക്ക് കൊടുക്കുന്നവരുമുണ്ട്. ആ അനുഭവത്തിൽ എന്നെ ആക്കണമെന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനായി നന്ദി പറയുന്നു. നോയമ്പിൻ്റെ 3-ാം വാരത്തിൽ 1-ാം ദിനത്തിൽ ഞങ്ങളെത്തി. ഈ തിരുവചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തുകയായിരുന്നോ അതോ അലിയിക്കുകയായിരുന്നോ എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു. ദൈവമേ, ഹൃദയത്തെ കഠിനമാക്കുന്ന ശിക്ഷ നീ ഞങ്ങൾക്ക് തന്നെങ്കിൽ അന്ന് പിൻവലിച്ചിട്ട് ഹൃദയത്തെ അലിയിക്കുന്നതും ഹൃദയം തകരുന്നതും ഹൃദയം ശുദ്ധീകരിക്കുന്നതും ഹൃദയം വിശ്വാസവും പ്രത്യാശയും ദൈവസനവും നിറയുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് തന്നെ ഉണ്ടാകുന്നു. ഞങ്ങളുടെ ദ്രവ്യാഗ്രഹത്തിൻ്റെ ആ അശുദ്ധി കയറി വന്നിട്ട് സകലവിധ പാപങ്ങളതിൻ്റെ പുറകെ വന്ന് ഞങ്ങൾ കഠിനപ്പെടുന്നവരാകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. പൗലൂസിൻ്റെ സുവിശേഷ വേലയ്ക്കിടയിൽ ഉണ്ടായതായ ആ പ്രതിസന്ധിയെക്കുറിച്ച് ഞങ്ങൾ കേട്ടു. ഉണ്ണാനുടുക്കാനുണ്ടെങ്കിൽ മതി, കർത്താവാണ് എൻ്റെ സമ്പത്ത്, അന്നന്നത്തേക്കുള്ളത് മതി, ദൈവമാണ് എൻ്റെ സമ്പത്തെന്ന് പറഞ്ഞ് എല്ലാ വ്യാകുലങ്ങളും എല്ലാ ഭാരങ്ങളും എല്ലാ അസന്തുഷ്ടികളും സ്തോത്രത്തോടെ ദൈവത്തിന് സമർപ്പിച്ച് കർത്താവിനെ തന്നെ സ്വന്തമാക്കി കർത്താവിനെ സമ്പത്താകുവാൻ തക്കവണ്ണം ഈ നോമ്പിൻ്റെ കാലത്ത് ഞങ്ങളോട് പോരാടുന്ന എല്ലാ തിന്മയുടെ ശക്തികളോടും പോരാടി ജയിച്ച് ഞങ്ങളുടെ ഹൃദയം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ വീഞ്ഞ് നിറച്ചു വെക്കുന്ന പുതിയ തുരുത്തിയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ബന്ധുക്കോസി ഒത്തില്ല, സമ്മതിച്ചു. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പോകുന്നതുകൊണ്ട് ആ തുരുത്തിയെല്ലാം പൊളിഞ്ഞുപോയി. ഞങ്ങൾക്ക് ആത്മഫലമൊന്നും വിളയിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ നിരാശരാണ്, ഞങ്ങൾ അസന്തുഷ്ടരാണ്, ദരിദ്രരാണ്, പലതരത്തിൽ അസന്തുഷ്ടിയുള്ളവരാണ് സമ്മതിക്കുന്നു. അങ്ങനെ ഹൃദയം കഠിനപ്പെടുന്നവരുടെ മധ്യത്തിൽ ഞങ്ങളും കഠിനപ്പെട്ടു പോകാതെ അവരോട് വേർപാട് പാലിച്ച് മാറി എന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ പൗലൂസ് തനിക്കെതിരായി കഠിനപ്പെട്ട് സംസാരിച്ച് പ്രവർത്തിച്ചവരെ ഒഴിവാക്കിയിട്ട് തുറന്നോസിൻ്റെ പാഠശാലയിൽ പോയതുപോലെ ഞങ്ങളും എവിടെയോട്ടാണ് മാറിയിരിക്കേണ്ടത്, എവിടെയാണ് മാറിയെന്ന് പ്രാർത്ഥിക്കേണ്ടത് വിചാരിച്ച് അങ്ങനെ കർത്താവിനോടുകൂടെ ഹൃദയം ശുദ്ധീകരിച്ച് ആത്മാവിൽ നിറഞ്ഞ് ആത്മഫലങ്ങൾ വിളയിക്കാൻ പറ്റിയ അവസ്ഥയിൽ പുതിയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരുന്ന അവസ്ഥയിലേക്ക് ആനയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളോട് യാത്ര പോകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സുഖേറ്റുവാനായിട്ട് തന്നെ.